ജീവസന്ദേശത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 39-ാമത്തെ വചനം. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. വളരെ രസകരമായിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ, യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്ന് വഴിയരികെ ഇരുന്നിരുന്നു എന്നാണ് വായിക്കുന്നത്. ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ മത്തായി സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യവും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത് യേശു യെരിഹോവിൽ നിന്ന് പോകുമ്പോൾ എന്നാണ്. ഇവിടെ യെരിഹോവിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുക്കുമ്പോൾ, അതിന്റെ അർത്ഥം അന്നത്തെ കാലത്ത് 2 യെരിഹോ ഉണ്ടായിരുന്നു. ഒന്ന് പഴയ യെരിഹോ, 2 പുതിയ യെരിഹോ. ഈ യെരിഹോ മതിൽ തകർന്ന സംഭവവും യെരിഹോ പട്ടണം തകർന്ന സംഭവവും നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ തകർന്ന പട്ടണം പുതുക്കി പണിയുകയും ആ പട്ടണത്തിലേക്കാണ് യേശു അടുത്തത്. എന്നാൽ യേശു ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ എന്ന് പറയുന്നത് പഴയ യെരിഹോ ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു കുരുടൻ, അവൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരിക്കുകയാണ്. അവൻ എല്ലാ തലത്തിലും സമൂഹത്തിൽ നിന്ന് അപമാനം ഏൽക്കപ്പെട്ട ഒരു വ്യക്തി. യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവന്റെ പ്രാർത്ഥന, ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്നാണ്. അവൻ നിലവിളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുരുടന് 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, യേശുവാണ് പോകുന്നത്. 2, യേശു ദാവീദിന്റെ പുത്രനാണ്. 3, കരുണ കാണിക്കുവാൻ യോഗ്യനായ അല്ലെങ്കിൽ അതിന് അധികാരമുള്ള ആളാണ് പോകുന്നത്. ഈ കുരുടന് എങ്ങനെ അത് മനസ്സിലായി? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ. പക്ഷേ താൻ ആ വഴിയരികെ ഇരുന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരുപാട് പേർ സംസാരിക്കുന്നത് ഈ നസ്രയനായ യേശുവിനെ കുറിച്ചായിരിക്കാം. അതുകൊണ്ടാണ് ഈ പോകുന്നത് യേശു ആണെന്നും ദാവീദ് പുത്രനാണെന്നും കരുണ തോന്നുവാൻ കഴിവുള്ളവനാണ് എന്നും ഈ കുരുടന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് കുരുടൻ നിലവിളിക്കുകയാണ്, എന്നോട് കരുണ തോന്നണം. എന്നാൽ മുമ്പിൽ നടന്ന ആളുകൾ അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. നീ അങ്ങനെ ഉറക്കെ അലയ്ക്കാതിരിക്കുക. നാം വായിക്കുന്നത്, മിണ്ടാതിരിക്കുവാൻ ശാസിച്ചപ്പോൾ ഏറ്റവും അധികം നിലവിളിക്കുകയാണ്. ആ നിലവിളിക്ക് പിന്നിൽ ഒരു വലിയ വ്യാകുലതയുണ്ട്. ആ നിലവിളിയുടെ പിന്നിൽ ഒരു ആശ്രയ ബോധ്യമുണ്ട്. ആ നിലവിളിയുടെ പിന്നിൽ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് നിലവിളിക്കുകയാണ്. അവനോട് കരുണ കാണിക്കുവാൻ ആരും ഇല്ല. അവനോട് കരുണ തോന്നുവാനും ആർക്കും മനസ്സായില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. അവൻ കുരുടനാണല്ലോ, അവന്റെ കണ്ണിനൊന്ന് സൗഖ്യം ലഭിച്ചാൽ എത്ര നല്ലതാണ് എന്ന് കൂടെ നടക്കുന്നവർ പോലും ചിന്തിച്ചില്ല. യേശുവിന്റെ സഹയാത്രികൾ പോലും ആ കുരുടനോട് മിണ്ടാതിരിക്കുവാനായിട്ട് പറയുകയാണ്. എന്നാൽ ആ കുരുടന്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇതാണ് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര ദൂരത്തിലിരുന്നാലും, ആരെല്ലാം ശബ്ദമുയർത്തി മിണ്ടാതിരിക്കുവാൻ പറഞ്ഞാലും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു തമ്പുരാൻ കർത്താവാണ്. നമ്മുടെ ഏത് വിഷയങ്ങൾക്കും, നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു മഹോന്നതനായ കർത്താവ്. നാം വായിക്കുന്നത്, യേശു നിന്നു. 2, യേശു ചോദിച്ചു, നിനക്കെന്ത് ചെയ്തു തരണം? നമ്മുടെ നിലവിളിക്കും അവൻ മറികടക്കുന്ന ദൈവമല്ല. ആരോടും നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ കഴിയാതെ നാം രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുമ്പോൾ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ, മകൻ തിരിച്ചു വരുവാൻ നാം കരയുമ്പോൾ, ഒരു കാര്യം ഓർക്കണം, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ നിന്നെ അപമാനിച്ചു തന്നേക്കാം,
നിന്നെ പരിഹസിച്ചു എന്ന് വന്നേക്കാം. മിണ്ടാതിരിപ്പിൻ, നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് സാധിച്ചത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ നിന്നെ കേൾക്കുന്ന, നിന്റെ കരച്ചിൽ കാണുന്ന, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിന് നിന്റെ ഏത് വലിയ പ്രശ്നവും പരിഹരിക്കുവാനായിട്ട് കഴിയും. യേശു നിന്നു, തിരിഞ്ഞു, എന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ ചോദ്യം തന്നെ ആ കുരുടനിൽ ഉണ്ടാക്കിയ വികാരപരമായ വേലിയേറ്റം എത്ര വലുതാണ്. നസ്രയനായ യേശു എൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അതെ, ഇന്ന് രാവിലെ ദൈവത്തിന് നിന്നോട് ചോദിക്കാനുള്ള ഇത് മാത്രമാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിന്റെ ആവശ്യം എന്താണ്? നിന്റെ ആവശ്യം എന്തായാലും അത് തുറന്നു പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അത് സാധിക്കുവാൻ കഴിവുള്ളവനാണ്. കാരണം കേൾക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കൈ കുറുകിയിട്ടില്ല. ഇന്നും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. നിന്റെ ഏത് വലിയ പ്രശ്നമായാലും നിനക്കാണ് അത് വലുത്, എന്നാൽ ദൈവത്തിന് യാതൊരു കാര്യവും അസാധ്യമായിട്ടില്ല. ആകയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവത്തോട് നിന്റെ നിലവിളിയും യാചനയും സങ്കടവും എല്ലാം പറയാം. കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആരും കേൾക്കാനില്ലാതിരുന്ന കുരുടന്റെ ശബ്ദം കേട്ട ദൈവം ഇന്ന് രാവിലെ അടിയങ്ങളുടെ ശബ്ദവും കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. അനേക തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയുള്ള നാമത്തിൽ തന്നെ, ആമേൻ.